ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അമ്മാ ബഅദ്. കുല്ല ഇഫ്രീത്തിൻ വശൈത്വാനിൻ വജിന്നിൻ മാരിദി അദ്ഹൈബം വനജ്ജിനായ കുതുബനാ മടവൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യാന്വേഷികളെ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത്. കുറച്ച് ദിവസമായി ചില കാര്യങ്ങൾ, വളരെ അത്യന്താപേക്ഷിതമായ ചില കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിഷയീഭവിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും കൃത്യാന്തര ബാഹുല്യം മൂലം അതിന് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ വളരെ വൈകിയാണെങ്കിലും അത് പറയണം എന്ന് മനസ്സ് ശഠിച്ചതുകൊണ്ടും അത് പറയൽ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് മശായിഖന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, സജ്ജനങ്ങളുടെ നിർദ്ദേശമുള്ളതിനാലും മഹാനായ ഖുറത്തു സദാത്ത് ഖുറാത്തങ്ങളുപ്പാപ്പ അടക്കമുള്ള ഖദ്ദസുല്ലാഹു സുറവുൽ അസീസ്, അതുപോലെ കടലുണ്ടി നഗരം തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനുഭാവൻ ഖദ്ദസുല്ലാഹു സുറവുൽ അസീസ്, ആദിയായ മശായിഖന്മാർ, അവരുടെയെല്ലാം നിർദ്ദേശമുള്ളതിനാലും അത് പറയേണ്ടിയിരിക്കുന്നു എന്നതിനാൽ ഇപ്പോൾ പറയുകയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ വളരെ കോയിൻസിഡൻസ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. 4 സുന്നികൾ എന്ന പേരിൽ 4 സുന്നി സംഘടനകളുടെ സംഗമം നടക്കുകയുണ്ടായി. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ഇതിനകം. വാസ്തവത്തിൽ ഈ 4 സുന്നികൾക്ക് സുന്നികൾ എന്ന പേര് പറയാൻ അർഹതയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു സബ്മിഷൻ. എൻ്റെ ഒരു വിലയിരുത്തലിൽ ഈ 4 സംഘടനകൾക്കും സുന്നി എന്ന പേര് പറയാൻ യാതൊരു അർഹതയും ഇല്ല എന്നാണ്. എന്താണ് സുന്നി? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, സതഫ്തരികു ഉമ്മത്തി അലാ സലാസിൻ വസബഈന മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. എൻ്റെ സമുദായം 73 വിഭാഗമായിട്ട് പിരിയും. അതിലെ മുഴുവൻ വിഭാഗങ്ങളും നരകത്തിൻ്റെ അവകാശികളാണ്, ഒരു വിഭാഗം ഒഴികെ. അവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ മാൻ അലൈഹി വസ്വഹാബി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എൻ്റെയും എൻ്റെ സ്വഹാബത്തിൻ്റെയും ചര്യ പിൻപറ്റുന്നവരാണ് എന്നാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പ്രത്യുത്തരം നൽകിയത്. ഈ ഒരു മാനദണ്ഡം എടുത്ത് പരിശോധിച്ചാൽ എറണാകുളം ജില്ലയിൽ വഖഫ് സംരക്ഷണത്തിന് വേണ്ടി ഒത്തുചേർന്ന 4 സുന്നികളും സുന്നികളല്ല, സുന്നി കാറ്റഗറിയിൽ ഉൾപ്പെടുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും വസ്തുതാപരമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടി വരും. നിർഭാഗ്യകരമെന്നേ പറയേണ്ടു. പക്ഷേ അതാണ് വസ്തുത. വസ്തുതകൾ അല്ലാതാവുന്നില്ലല്ലോ. അവിടെ പങ്കെടുത്ത ബഹുമാന്യനായ സുലൈമാൻ ഉസ്താദിൻ്റെ സമസ്ത, ബഹുമാന്യരായ സയ്യിദ് ജിഫ്രി തങ്ങളുപ്പാപ്പയുടെ സമസ്ത, അതുപോലെ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ, പിന്നെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, ഈ 4 പേരെയും നിങ്ങൾ വ്യക്തിഗതമായി എടുത്ത് പരിശോധിച്ചാൽ വ്യതിരിക്തമായ ആശയഗതികളുടെ കോൺട്രാഡിക്ഷൻസ് നിറഞ്ഞ ഒരു കൂട്ടായ്മയാണ് ഇവയൊക്കെയെന്നും നമുക്ക് കാണാൻ സാധിക്കും. മുകളിലിരിക്കുന്നവരുടെ ആശയമല്ല താഴെയിരിക്കുന്നവർ പറയുന്നത്, താഴെയുള്ളവരുടെ ആശയമല്ല മുകളിലിരിക്കുന്നവർ പറയുന്നത്. ഈ 2 പേര് പറയുന്ന ആശയങ്ങളും നമുക്ക് നാളിതുവരെ കൈമാറിപ്പോന്ന ട്രഡീഷണൽ ഇസ്ലാമിക് വാല്യൂ സിസ്റ്റവുമായിട്ട് പൊരുത്തപ്പെടുന്നും ഇല്ല എന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് വേണ്ടി, ചർച്ചയുടെ എളുപ്പത്തിന് വേണ്ടി ഒരു സമസ്തയെ റഫറൻസിന് വേണ്ടി എടുക്കാം. ഇപ്പോൾ സുലൈമാൻ ഉസ്താദിൻ്റെ സമസ്ത ഒരു കാലത്ത് ഞാനും അതിൽ കുറച്ച് നാൾ പ്രവർത്തിച്ചിരുന്നു, വളരെ കുറഞ്ഞ നാൾ. അതിൻ്റെ കീഴ്ഘടകങ്ങളിൽ കുറച്ചൊക്കെ സജീവമായിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നു. അന്നൊക്കെ ഞാനൊക്കെ പങ്കെടുത്തിരുന്ന പല ക്ലാസ്സുകളിലും കേട്ടിരുന്ന വിശദീകരണങ്ങളിൽ പറയപ്പെട്ടിരുന്നത് ഈ ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ അല്ലെങ്കിൽ മാന അലൈഹി വ സുഹാബി
എന്ന് പറയുന്ന വിഭാഗം നമ്മളാകുന്നു, ബാക്കി എല്ലാവരും പിഴച്ച വിഭാഗമാണ് എന്നുള്ളതായിരുന്നു. കാണെ പിന്നീട് നമ്മൾ കാണുന്നത് മറ്റ് സുന്നികളും ആ പറയുന്ന മോക്ഷമാർഗത്തിലുള്ളവർ കൂടിയാണ് എന്ന വിശദീകരണങ്ങൾ വന്നു തുടങ്ങി. ആദ്യകാലത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, CM സെൻറ്റർ മടവൂർ, അവിടെ കക്കാട് മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് അദ്ദേഹം അന്നഹാദ സുറാത്തി മുസ്തഖീമൻ എന്ന് പറയുന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, ഇത് ആണ് ഋജുവായ സരണി എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, നമ്മളുടെ ഈ സമസ്ത, AP ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന ഈ സമസ്തയാണ് ആ സംഘം എന്ന് അദ്ദേഹം പ്രാമാണികമായിട്ട് അവതരിപ്പിച്ചത് ഞാൻ ഇത്തരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹം മാത്രമല്ല, പല പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അതുപോലെ മറ്റ് ധാരാളം സംഘടന നേതാക്കളൊക്കെ അന്ന് അങ്ങനെയാണ് അതിനെ വിശദീകരിച്ചിരുന്നത്. പല നിശാ ക്യാമ്പുകളിലും, SSFൻ്റെ നിശാ ക്യാമ്പുകളിലാണെങ്കിൽ കൂടി അങ്ങനെയൊക്കെ പറഞ്ഞ് അണികളെ കോൾമയർ കൊള്ളിച്ചിരുന്നു. എന്നാൽ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ മാത്രമല്ല സ്വർഗത്തിൻ്റെ അഹലുകാർ, മറിച്ച് മറ്റുള്ള ആളുകളും, സുന്നിയായിട്ടുള്ള മറ്റുള്ള ആളുകളും ഒക്കെ സ്വർഗത്തിൻ്റെ അഹലുകാരാണ് എന്ന പരാവർത്തനം വരികയുണ്ടായി. അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പ്രഭാഷണത്തിൽ പറഞ്ഞത് എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. നമ്മൾ മാത്രമാണ് സ്വർഗത്തിൻ്റെ അഹലുകാരെന്ന് ആരും തിരിച്ചു വശാകണ്ട കേട്ടോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, വളരെ ഡ്രമാറ്റിക്കായിട്ട്. അപ്പോൾ EK വിഭാഗം അടക്കമുള്ള സുന്നികളൊക്കെയും ആ വിഭാഗത്തിൻ്റെ കീഴിലാണ് വരുന്നത് എന്ന പരാവർത്തനം വന്നു. ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നമ്മൾ കാണുന്നത്, അല്ല അവർ മാത്രമല്ല, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയും ഈ പറയുന്ന സുലൈമാൻ ഉസ്താദിൻ്റെ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു കാലത്ത് നിശിതമായി വിമർശിച്ചിരുന്ന ബുൽ എന്ന് ചോദിച്ചാൽ മൂത്രൊഴിക്ക് എന്നാണോ എന്നൊക്കെ വിളിച്ച് പരിഹസിച്ചും കളിയാക്കിയും ഒക്കെ ഇരുന്ന സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയും ഈ പറയുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ തഹത്തിൽ വരുന്നവരാണ് എന്ന പുതിയ വ്യാഖ്യാനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നോക്കൂ, 4 സുന്നികൾ അവിടെ പ്രസംഗിച്ച പല പണ്ഡിതന്മാരുടെയും പ്രഭാഷണങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കൂ. നമ്മളാണ് യഥാർത്ഥത്തിൽ ഹക്കിൻ്റെ അഹലുകാർ, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം, എന്ത് നയനാനന്ദകരമായ കാഴ്ച എന്നൊക്കെയുള്ള ധാരാളം അഡ്ജക്റ്റീവ്സ്, അലങ്കാരങ്ങൾ അവിടെ പല പ്രഭാഷകരും ഒഴിയുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു പോകുന്നു, ഒരു കാലത്ത് AP ഉസ്താദിൻ്റെ സംഘടന മാത്രമാണ് ഈ പറയുന്ന സത്യദീനിൻ്റെ വക്താക്കൾ, പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ EK വിഭാഗം സമസ്ത അതിൽ വരുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദക്ഷിണ വരുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ സമസ്ഥാനിയും വരുന്നു. ഇതിൻ്റെയൊക്കെ മാനദണ്ഡം എന്താണ്? ഒരസലും ഫസലും ഇതിനില്ല എന്ന് വ്യക്തമാണ്. അത് ഇന്നലെ നടന്ന സംഗമം പരിശോധിച്ചാൽ കൃത്യമായത് മനസ്സിലാവും. അതിലാരൊക്കെയാണ് പ്രസംഗിച്ചത് നിങ്ങൾ നോക്കൂ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ പറയുന്ന സുലൈമാൻ ഉസ്താദിൻ്റെ സംഘടന, ആ സംഘടന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ മാന അലൈഹി വസ്ഹാബി എന്ന മാനദണ്ഡത്തിൻ്റെ തഹത്തിൽ വരുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ്? ആ സംഘടന ഇന്ന് പ്രദാനം ചെയ്യുന്ന പല ആശയങ്ങളും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ആശയങ്ങളാണ്. നമ്പർ 1, മുത്ത് റസൂലുള്ളാഹി സ്വതങ്ങൾക്ക് നിഴലുണ്ട് എന്ന് പറയുന്ന പിഴച്ചവാദം. അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ആദ്യമായി ഒരു സുന്നി പറയുന്നതായിട്ട് നമ്മൾ കേട്ടത്, അല്ലേ? ആ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കേട്ടത്. നിഴലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിഴലുണ്ട് എന്നല്ല, നിഴലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും നിഴലില്ല എന്നല്ല എന്ന് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു വ്യക്തി പ്രസംഗിച്ച് നമ്മളെല്ലാവരും കേട്ടതാണ്, അല്ലേ? അതുപോലെ തന്നെ മുത്ത് റസൂലുള്ളാഹിൻ്റെ തിരുകേശം തീയിൽ ഇട്ടാൽ കത്തും വീണാൽ കത്തില്ല എന്ന് പറയുന്ന മറ്റൊരു സുന്നി വിരുദ്ധ പ്രമേയവുമായി ആ സമസ്ത വരികയുണ്ടായി. പിന്നെ നമ്മൾ കാണുന്നത് മഹാനായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഖുതുബുൽ ആലമല്ല. ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്ന പദവി പോലെയാണ്. ഇസ്ലാമിലെ ഒരു ഷെയ്ഖ് അല്ലെങ്കിൽ ഇസ്ലാമിലെ ഒരു നേതാവ് എന്ന അർത്ഥത്തിലേ അതിന് അർത്ഥം പറയാൻ പാടുള്ളൂ. അല്ലാതെ മുദബ്ബിറുൽ ആലം എന്നോ മറ്റോ പറഞ്ഞാൽ അത് മുശ്രിക്കായി പോകാൻ കാരണമാകും എന്ന് പറയുന്ന പിഴച്ച സിദ്ധാന്തം അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. പിന്നീട് നമ്മൾ കേട്ടു എന്താണ്? മുത്ത് റസൂലുള്ളാഹി സ്വത്തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പിശാച് സ്വപ്നത്തിൽ വരുമെന്ന് പറയുന്ന, നാളിതുവരെ അഹ്ലുസ് സുന്നയുടെ ഒരു ഇമാമും പറയാത്ത പിഴച്ചാശയം കിതാബുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആ സംഘടനയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രസരിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഞാൻ ആ സംഘടനയിലേക്ക് അത് ചേർത്തി പറയുന്നത്? ആ സംഘടനയുടെ പ്രധാനപ്പെട്ട വക്താവായ ബഹുമാന്യനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അദ്ദേഹമാണ് ഈ ആശയങ്ങളൊക്കെയും പുരപ്പുര പ്രഭാഷണം നടത്തി മാലോകരെ അറിയിച്ചത്. അത് തെറ്റാണെന്നോ അത് ഇസ്ലാമി വിരുദ്ധമാണെന്നോ അതിൻ്റെ പ്രധാനപ്പെട്ട ആരും തന്നെ അതിനെ വിമർശിക്കുകയോ അദ്ദേഹത്തെ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല നാളിതുവരെ. മറിച്ച് അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തെ കൊണ്ടാടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ സമസ്തയുടെ ആദർശം അതാണെന്ന് പറയേണ്ടി വരും.
ഞാൻ ആ സമസ്തക്കകത്തുള്ള നല്ലവരായ സയ്യിദന്മാരെയും നല്ല പണ്ഡിതന്മാരെയും മോശമാക്കി അടച്ചാക്ഷേപിക്കുകയല്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകാം. പക്ഷേ ഈ ആശയം അതിൻ്റെ ഔദ്യോഗികമായ സർക്കിളിൽ നിന്ന്, പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുമ്പോൾ, ഔദ്യോഗിക വ്യക്തി തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ സംഘടന മൊത്തം ആശയമായിട്ട് പറയേണ്ടി വരും. ഈ ആശയം, ഈ പിശാച് സ്വപ്നത്തിൽ റസൂലുള്ളാഹിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വരും എന്നുള്ള ഈ പിഴച്ച ആശയം നമ്മുടെ ജിഫ്രി തങ്ങളുപ്പാപ്പയുടെ സമസ്തയും ഏറ്റെടുക്കുകയുണ്ടായി. MT ദാരിമിയൊക്കെ അതിനുവേണ്ടി ധാരാളം സംസാരിച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ തത്വത്തിൽ രണ്ട് സമസ്തയും ഈ പിഴച്ച വാദങ്ങളോടുകൂടി മാനാലിഹി വസ്ഹാബി എന്ന് പറയുന്ന പന്താവിൽ നിന്ന് തെറിച്ചുപോയി എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും മദ്രസ കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ നോക്ക്, സമസ്ഥാന കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പല പിഴച്ച ആശയങ്ങളുമുണ്ട്. അതിൽപ്പെട്ടൊരു ആശയമാണ് ഇന്ന് കാണുന്ന ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ് അടക്കമുള്ളവർ യഥാർത്ഥ ബിദ്അത്തുകാരല്ല, കിതാബുകളിൽ മഹാന്മാർ തർക്കുൽ മുവാലാത്ത് ഏർപ്പെടുത്തണമെന്ന് പറയുന്ന ബിദ്അത്തുകാരല്ല എന്ന നിലപാടാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുജാഹിദിനും ജമാഅത്ത് ഇസ്ലാമിക്കും അവർ സലാം പറയുന്നു, അവരോടൊപ്പം ഇരിക്കുന്നു, അവരുടെ കല്യാണങ്ങളിൽ പോകുന്നു, അവർ മരിച്ചാൽ നിസ്കരിക്കുന്നു. പ്രമാണങ്ങൾ കൃത്യമായിട്ടുള്ളതാണ്. ലാ യുജാലിസുഹും, അവരോടൊപ്പം ഇരിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ലാ തുസല്ലി അലൈഹിം ഇദാ മാതു, അവർ മരിച്ചാൽ അവരുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കാൻ പാടുള്ളതല്ല എന്നൊക്കെയുള്ള ഇബാറത്തുകൾ നമ്മുടെ മുന്നിലിരിക്കെ അതൊന്നും ഇന്നത്തെ മുജാഹിദിനോ ജമാഅത്തിനോ ബാധകമല്ല എന്ന് പറയുന്ന തികച്ചും വൈചിത്ര്യമുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് അവരോടൊപ്പം ഇരിക്കുകയും സലാം പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന സംസ്ഥാനം. നോക്കുവോ, ആ ഫോട്ടോ നോക്കൂ. അതിൻ്റെ നേതാവായ ശ്രീ നജീബ് മൗലവി, അദ്ദേഹം കായക്കോടിക്കാരൻ ഹനീഫ എന്ന് പറയുന്ന കടുത്ത മുജാഹിദിന് കൈ കൊടുക്കുന്നു, കുശലാന്വേഷണം നടത്തുന്നു, ചിരിക്കുന്നു, സലാം പറയുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാൻ അലൈഹി അസ്ഹാബി എന്ന് പറയുന്ന മുൻഗാമികളുടെ ചര്യക്ക് ഘടകവിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നു. ഇന്നും അവർ അത് കൊണ്ടു നടക്കുന്നവരാണ്. അപ്പോൾ പിന്നെ അവർ സുന്നി എന്ന് പറയുന്ന പട്ടികയിൽ അവർ ഉൾപ്പെടുമോ? ഒരിക്കലും ഉൾപ്പെടുകയില്ല. പിന്നീട് ഇന്നലെ അവിടെ പ്രസംഗിച്ച അസ്ലം മൗലവി അടക്കമുള്ളവർ പ്രദാനം ചെയ്യുന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, ഈ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന ഞാൻ കുറച്ച് നാളെ പ്രവർത്തിച്ചിരുന്ന സുലൈമാൻ ഉസ്താദിൻ്റെ സംഘടനയുടെ സമസ്തയുടെ മുൻകാല നേതാക്കളായ അണ്ടോണ ഉസ്താദ്, പാറന്നൂർ ഉസ്താദൊക്കെ നിശിതമായി ലേഖനങ്ങളടക്കം എഴുതി വിമർശിച്ചിരുന്ന സംഘടനയാണ്. തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന പിഴച്ച പ്രസ്ഥാനവുമായിട്ട് നാഭീനാള ബന്ധം പുലർത്തിയതിൻ്റെ പേരിൽ അവരുടെ സിലബസുകളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ എതിരായിട്ടുള്ള പിഴച്ച ആശയങ്ങൾ കടത്തിക്കൂട്ടിയതിൻ്റെ പേരിൽ മുൻകാല പണ്ഡിതന്മാർ ശക്തിയുക്തം എതിർത്ത സംഘടനയാണ് ദക്ഷിണ. എന്തിന്? മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദ് അവരുമായിട്ട് കോട്ടയത്ത് സംവാദം വരെ നടത്താൻ മുതിരുകയുണ്ടായിട്ടുണ്ട്. സംവാദത്തിന് അവർ വന്നില്ല എന്നുള്ളത് ചരിത്രമാണ്. പക്ഷേ സംവാദത്തിന് വേണ്ടി അവിടെ തയ്യാറെടുപ്പുകൾ നടക്കുകയും അവിടെ സംവാദം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അന്ന് ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ പാളയത്തിൽ നിന്നുകൊണ്ട് സമസ്ത എതിർത്തത് ദക്ഷിണയുടെ അന്നത്തെയും എക്കാലത്തെയും നേതാവായ വടുതലക്കാര മൂസ മൗലവിയാണ്. ആ വടുതലക്കാര മൂസ മൗലവി ആരാണ്? മഹാനായ അഹമ്മദ് റസാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു, നമ്മുടെയൊക്കെ നേതാവായ, ഇന്ത്യയിൽ തുല്യതയില്ലാത്ത ദൈക്ഷണിക പ്രവർത്തനം കാഴ്ചവെച്ച മുജദ്ദിദായിട്ടുള്ള അഹമ്മദ് റസാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹുവിനെ വളരെ മ്ലേച്ഛമായ രൂപത്തിൽ കദ്ദാബെന്നും മ്ലേച്ഛനെന്നും പരസ്യമായി എഴുതിയ അംബേട്ടവിയുടെ പുസ്തകം മലയാളത്തിലേക്ക് പരാവർത്തനം ചെയ്ത പരിഭാഷപ്പെടുത്തിയ ആളാണ് ശ്രീ മൗലവി, വടുതല മൂസ മൗലവി. അങ്ങനെയുള്ള വടുതല മൂസ മൗലവിയുടെ ആശയമാണ് ദക്ഷിണക്കുള്ളത്. ആ വടുതല മൂസ മൗലവിയുടെ ശിഷ്യനായ അസ്ലം മൗലവിയാണ് ഇന്നലെ അവിടെ പ്രസംഗിച്ചത്. അസ്ലം മൗലവി കടുത്ത തബ്ലീഗ് സഹയാത്രികനാണ് എന്ന് ദക്ഷിണക്കാർ പോലും സമ്മതിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, അവർക്ക് തബ്ലീഗ് ജമാഅത്തുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തബ്ലീഗ് ജമാഅത്തിനെ ഒരിക്കലും അവർക്ക് എതിർത്ത് പറയാൻ സാധ്യമല്ല. കാരണം അവരുടെ നേതാക്കളൊക്കെയും തബ്ലീഗ് ആശയങ്ങളുള്ളവർ കൂടിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നതോ തെക്കൻ കേരളത്തിൽ സുലൈമാൻ ഉസ്താദിൻ്റെ സംഘടനയുടെ ആളുകളായ കുറേ സക്കാഫിമാരും അരമുല്ലമാരും ഒക്കെ ഈ പറയുന്ന ദക്ഷിണക്കാരായ തബ്ലീഗുകാരുമായിട്ട് സൊള്ളിക്കൊണ്ട് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവരുടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന കാഴ്ച. അങ്ങനെയുള്ള അസ്ലം മൗലവിയൊക്കെയാണ് ഇവിടെ പ്രസംഗിച്ചത്. പിഴച്ച ആശയമുള്ള ദക്ഷിണക്കാരിൽ ദക്ഷിണയുടെ പണ്ഡിതന്മാർ, പിഴച്ച ആശയമുള്ള ദക്ഷിണയുടെ പണ്ഡിതന്മാർ അസ്ലം മൗലവി അടക്കമുള്ളവർ. ആ അസ്ലം മൗലവി അടക്കമുള്ളവർ എങ്ങനെയാണ് സുന്നികളാവുക പ്രിയപ്പെട്ടവരെ? അപ്പോൾ സുന്നി എന്ന് പറഞ്ഞാൽ മഹാനായ ശംസുൽ ഉലമ ഖദ്ദസുല്ലാഹു സുറബുൽ അസീസ്
അന്ന് പറഞ്ഞത് ഇന്നും പ്രസക്തമായി പുലരുകയാണ്. ഞാൻ അതാ ആദ്യം പറഞ്ഞത് കോ ഇൻസിഡൻസ് എന്ന്, തികച്ചും യാദൃശ്ചികമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മഹാനായ ശംസുൽ ഉലമ എന്ന് പറയുന്ന മഹാൻ, അവരുടെ ദൂരക്കാഴ്ച എത്രമാത്രമായിരുന്നുവെന്ന് ഈ ക്ലിപ്പ് നിങ്ങളെ ബോധ്യപ്പെടുത്തും. കേട്ടു നോക്കൂ. സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? ആ സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ തുണിയൊക്കെ പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിച്ചില്ലാതെ കാണാം. സുന്നത്ത് കഴിക്കാത്ത സുന്നി. അല്ലാഹു അക്ബർ. സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി. എറണാകുളം സമ്മേളനം, അന്ന് നടന്നൊരു എറണാകുളം സമ്മേളനത്തെക്കുറിച്ചാണ് മഹാനായ ശംസുൽ ഉലമ എന്ന മഹാനുഭാവൻ പറയുന്നത്. ഇന്നിപ്പോൾ നടന്ന എറണാകുളം സമ്മേളനത്തിനും അത് ബാധകമാണ്, അത് അപ്ലൈ ചെയ്യാൻ പറ്റും. നോക്കൂ, ഞാനത് മഹാൻ്റെ ഒരു കറാമത്തായിട്ടാണ് മനസ്സിലാക്കുന്നത്. എറണാകുളത്ത് അന്ന് നടന്ന സമ്മേളനവും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളനവും ഈ മഹാനുഭാവൻ പറഞ്ഞ ആ പ്രയോഗത്തിൻ്റെ തഹത്തിൽ വരുന്നതാണ്, ആ പ്രയോഗത്തിന് അനുയോജ്യമാണ്. ഇന്ന് അവിടെ കൂടിയവരുടെ തുണി പൊക്കി നോക്കിയാൽ മഹാനായ ശംസുൽ ഉലമ പറഞ്ഞതുപോലെ അഗ്രചേദികളായിട്ടുള്ളവരെ കാണാൻ പറ്റുമോ? സുന്നത്ത് കഴിച്ചവരെ കാണാൻ പറ്റുമോ? ഇല്ല, അധികവും സുന്നത്ത് കഴിക്കാത്തവരായിരിക്കും. അതൊരു പ്രയോഗമാണ്. എന്ന് വെച്ചാൽ സുന്നികളല്ല എന്നാണ് അർത്ഥം. സുന്നികളുടെ മുഖമുദ്രയാണ് സുന്നത്ത് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ മഹാൻ പറഞ്ഞു അവരൊന്നും എന്തല്ല, സുന്നത്ത് കഴിക്കാത്തവരായിരിക്കും. അത് എത്രമാത്രം അച്ചട്ടായി പുലരുന്നു പ്രിയപ്പെട്ടവരെ, പുലർന്നിരിക്കുന്നു. ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ഖുതുബുല്ലാല സി.എം. വലിയുല്ലാഹി തങ്ങളുപ്പാപ്പയുടെ വലിയ വരങ്ങൾ ലഭിച്ച, അനുഗ്രഹാശ്വസുകൾ ലഭിച്ച മഹാനുഭാവനാണ് ശംസുൽ ഉലമ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 4 വിഭാഗം, ഇവരൊന്നും സുന്നികളല്ലേ അല്ല, സുന്നികളാണെന്ന് പറയാൻ കഴിയില്ല. ഞാനിപ്പോഴും പറയുന്നു, അതിലുള്ള സ്വാലിഹായ പണ്ഡിതന്മാരെ തങ്ങൾമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഒരു സംഘടന എന്ന നിലക്ക്, ഒരു സംഘാടന സ്വഭാവം എന്ന നിലക്ക്, ഒരു സംഘാതം എന്ന നിലക്ക്, ഒരു ഓർഗനൈസേഷൻ എന്ന നിലക്ക് ഇവരാരും ഈ പറയുന്ന കാറ്റഗറിയിൽ വരികയില്ല എന്നത് വസ്തുനിഷ്ഠമായി നമ്മൾ പഠിച്ചാൽ ബോധ്യമാവും, നിർഭാഗ്യവശാൽ. അപ്പോൾ പിന്നെ സുന്നി എന്ന് പറഞ്ഞാൽ ആരാ? അത് സ്വാലിഹീങ്ങളുടെ വഴി, ഖുതുബുൽ സി.എം. വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, അവരെ പോലെയുള്ള മശായിഖന്മാരുടെ വഴിയാണത്. മനസ്സിലാകുന്നുണ്ടോ? താജുൽ ഉലമ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ മഹാനായ മാടവന ഉപ്പാപ്പ ആലുവായി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, ഷെയ്ഖ് അബൂബക്കർ ബം ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, സയ്യിദ് ഇസ്മായിൽ ബുഖാരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, സയ്യിദ് മൗലൽ ബുഖാരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, ഷെയ്ഖ് ജിഫ്രി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, ഷെയ്ഖ് ഹസൻ ജിഫ്രി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. അങ്ങനെ നിരവധി മഹാന്മാർ, മശായിഖന്മാർ, അവർ പഠിപ്പിച്ച തരീഖ് അതാണ് ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ. നമ്മൾ ഈ കാണുന്ന സംഘടന കോപ്പിരാട്ടികളൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള സുന്നത്ത് ജമാഅത്ത്. അതുകൊണ്ട് നമ്മൾ അവരെ ആക്ഷേപിക്കണമെന്നോ അവരൊക്കെ മോശക്കാരാണെന്ന് പെരുമ്പറയടിക്കണമെന്നൊന്നുമല്ല പറയുന്നത്. ഉള്ളതുപോലെ പറയുക, ഇതാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ദൗത്യം. ഹക്ക് പറയുക, ശരിയല്ലേ? നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ? ഉണ്ടെങ്കിൽ തിരുത്താം, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഇതെല്ലാം ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സുലൈമാൻ ഉസ്താദിൻ്റെ സമസ്തയിലെ പ്രമുഖ പണ്ഡിതനായ ബഹുമാന്യനായ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അവർകൾ, അദ്ദേഹം ഇന്നും കടുത്ത ഭാഷയിൽ ഇസ്തിഗാസയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, അദ്ദേഹത്തിൻ്റെ അത് മാത്രമല്ല, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടുത്ത ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുകയാണ്. അതിനെ സാങ്കേതിക ഭാഷയിൽ ശത്മ് എന്നാണ് പറയുക. ശത്മ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത് AP ഉസ്താദ്, ബഹുമാന്യനായ AP ഉസ്താദ്, അദ്ദേഹം സയ്യിദ് മദനി ഉള്ളാൾ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ്റെ ദർഗയിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ മഹാനുഭാവൻ്റെ ആ ദർഗയുടെ പവിത്രത ഉൾക്കൊള്ളാതെയാണോ എന്നെനിക്കറിയില്ല, ബഹുമാന്യനായ AP ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ശഖ്സിയത്തിന് യോജിക്കാത്ത ചില പദപ്രയോഗങ്ങൾ നടത്തിപ്പോയി. വളരെ നിർഭാഗ്യവശാൽ ഉസ്താദിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. മഹാന്മാരുടെ ഔലിയാക്കളുടെ കറാമത്തുകളൊക്കെ എത്രയോ പറഞ്ഞു നടന്ന മഹാനാണ് ഉസ്താദ് അവർകൾ. അങ്ങനെയുള്ള ഉസ്താദ് അത് പറഞ്ഞപ്പോൾ എനിക്കും വളരെ വിഷമമുണ്ടായി. അവിടെ അത് പറയേണ്ടതില്ലല്ലോ. ഉസ്താദ് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ അബദ്ധം സംഭവിച്ചതായിരിക്കാം എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
അള്ളാഹു ഉസ്താദിന് പുറത്തു കൊടുക്കട്ടെ. പക്ഷെ പറയാൻ പാടില്ലാത്തതായിരുന്നു അത്. എല്ലാ അഖതാബുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് സൂര്യനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് ഉസ്താദ് വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ആ വീഡിയോ എല്ലാവരും കണ്ടതാണ്. നിങ്ങൾ നോക്കൂ. വരെ സൂര്യൻ മടങ്ങി വന്നിട്ട് അവിടെ നിന്ന് കൊടുത്ത് അസ്തമിക്കാതെ നിന്നുകൊടുത്തു. ഇത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തും ആണ്. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ, സാധിക്കില്ല. ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ വലിയാണ്, കുത്തുബാണ്, ഷെയ്ഖാണ് എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന ആൾക്കാരല്ല. അവരൊന്ന് സൂര്യനെ മടക്കി വിളിക്കട്ടെ, നമുക്കൊന്ന് കാണാമല്ലോ. അതൊരിക്കലും വരില്ല. അല്ലാഹുവിന്റെ റസൂൽ കണ്ടോ, ഒരാൾക്ക് സാധ്യമല്ല എന്ന് ഉസ്താദ് തറപ്പിച്ച് പറയുകയാണ് അവിടെ. അത് വലിയ ഗുരുതരമായ ഒരു അപരാധമാണത്. മശായിഖന്മാർക്ക് അള്ളാഹു സർവ്വതും അധീനപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അൽ മുതസർരിഫൂന ഫീമാ സിവല്ലാഹ് ഉതീതു മഫാത്തിയ ഖസാഇനിൽ അർള്. ഭൂമിയിലെ അല്ലെങ്കിൽ ലോകത്തിന്റെ നിക്ഷേപങ്ങളുടെ ചാവി താക്കോൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസ്തുത ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാന്മാർ പറഞ്ഞു, അൽ മുതസർരിഫൂന ഫീമാ സിവല്ലാഹ്, അല്ലാഹ് ഒഴികെയുള്ള സകല സൃഷ്ടികളുടെയും നിയന്ത്രണാധികാരം അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനുമൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ വളരെ ലളിതമായിട്ടുള്ള സൃഷ്ടികളല്ലേ സൂര്യനും ചന്ദ്രനും ഒക്കെ? കോടാനുകോടി നക്ഷത്രങ്ങൾക്കിടയിലെ ചെറിയ ചെറിയ നക്ഷത്രങ്ങളായ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിയന്ത്രിക്കാൻ മഹാന്മാർക്ക് കഴിയില്ല എന്ന് വന്നാൽ പിന്നെ അള്ളാഹുവിൻ്റെ ആ അപാരമായ തജല്ലിയായ ശക്തിവിശേഷത്തെയല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, മഹാന്മാർക്ക് ഇതൊക്കെ വലിയ കാര്യമാണോ? അവർ പറഞ്ഞിട്ടല്ലേ, അവരുടെ നിയന്ത്രണത്തിലല്ലേ, അവരുടെ നിർദ്ദേശത്തിലല്ലേ സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും? ഇതല്ലേ നമ്മുടെ വിശ്വാസം. ഖുതുബുകൾ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളാണ് ലോകം നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം, സുലൈമാൻ ഉസ്താദ് തന്നെ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ മുത്ത് റസൂലുള്ളാഹിന്റെ വാരിസീങ്ങളായ ആ ഔലിയാക്കൾ അവരുടെ കദമിൽ കാലാകാലങ്ങളിൽ റസൂലുള്ളാഹിന്റെ ആ പ്രതിനിധികളായിട്ടുള്ള കുത്തുബുകളുടെ കദമിൽ കാലാകാലങ്ങളിൽ പല മഹാന്മാരും വരുന്നുണ്ടാകും. യുഗപുരുഷന്മാർ, അവരെ കുത്തുബുകളെന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ നാമകരണം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ കുത്തുബുകൾ അവരുടെ നിയന്ത്രണത്തിലാണ് സർവവും ഇവിടെ പ്രവർത്തനക്ഷമമാകുന്നത്, സൂര്യൻ ഉൾപ്പെടെ സകലതും. ഇങ്ങനെ ഉസ്താദ് വെല്ലുവിളിക്കുന്നത് ഉസ്താദിനെ യോജിച്ചതല്ല എന്ന് ബോധ്യപ്പെടുത്താനായിരിക്കും ബഹുമാന്യനായ ഹാഫിദ് ഉസ്താദ് കുരുവട്ടൂർ. അദ്ദേഹം ഉസ്താദിനെ ശക്തമായി വിമർശിക്കുകയുണ്ടായി. ആ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ഹാഫിദ് ഉസ്താദ് വിമർശിച്ചത്. കാരണം ആധ്യാത്മികമായി ഉയർന്നൊരു വ്യക്തിത്വമാണ് ഹാഫിദ് ഉസ്താദ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആധ്യാത്മികമായ വീക്ഷണത്തിൽ അത്തരം പ്രയോഗങ്ങൾക്ക് വളരെ ആഴമേറിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാന്യനായ ഹാഫിദ് ഉസ്താദ് അതിനെ ശക്തമായി ചില ഭാഷാ പ്രയോഗങ്ങളിലൂടെ തന്ത അല്ലെങ്കിൽ പ്രായമായില്ലേ, ഇനി ഇതൊക്കെ ഒഴിവാക്കിക്കൂടെ എന്ന അർത്ഥത്തിൽ നമ്മുടെയൊക്കെ നാടൻ ഭാഷ തന്ത എന്ന് പറയുന്ന പ്രയോഗം പ്രായമുള്ള ആളായില്ലേ എന്ന നിലക്കാണ്. അപ്പോൾ അത് അത്രയും ഗൗരവമുള്ള അജൂസായിട്ടുള്ള ആളായില്ലേ എന്ന നിലക്കാണ് ആ പ്രയോഗം. പക്ഷെ അത് വലിയ വിവാദമാക്കി ചില ആളുകൾ കൊണ്ടുവന്നു. അതേസമയം ഉസ്താദ് പറഞ്ഞ അബദ്ധത്തെ ആരും വിവാദമാക്കാൻ മുതിരുന്നില്ല. ഇത് റഹ്ബാനിയത്താണ്. പൗരോഹിത്യത്തിൻ്റെ ലാഞ്ചനകളാണ് ബിദ്ഈ പ്രസ്ഥാനക്കാരിൽ നമ്മൾ കണ്ടിട്ടുള്ള പൗരോഹിത്യം. മുജാജമാ തബ്ലീഗാദികളിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ പൗരോഹിത്യം ഇവിടെ സുന്നികളിലും ശക്തി പ്രാപിക്കുകയാണ്. തൻ്റെ നേതാവ് എന്തു പറഞ്ഞാലും അത് സത്യമായിരിക്കും, അതിനെ ഒരു നിലക്ക് വിമർശിക്കാൻ പാടില്ല, നുണ പറഞ്ഞാലും ന്യായീകരിച്ചു കൊള്ളണം എന്നുള്ള ഈ ദുശാഠ്യം, അതാണ് റഹ്ബാനിയത്ത്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ല എന്ന് ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചല്ലോ. ജൂത നസാറാക്കൾക്ക് എന്താണ് സംഭവിച്ചത്? അള്ളാഹുവിനെ കൂടാതെ തങ്ങളുടെ പുരോഹിതന്മാരെ അവർ ദൈവമാക്കി ആരാധിച്ചു. സമാനമായ സാഹചര്യമാണ് ഇന്ന് സുന്നി സംഘടനകളിലും നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡാണ് ഈ വിഷയം.
ബഹുമാന്യനായ AP ഉസ്താദ് പറഞ്ഞ പ്രയോഗം ഒരിക്കലും നടത്താൻ പാടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, AP ഉസ്താദ് ഒരിക്കൽ പറഞ്ഞല്ലോ, ഡയാലിസിസ് 3 വേണ്ട 1 വേണ്ട എന്ന് പറഞ്ഞല്ലോ. ഒരു സത്താർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിർദ്ദേശം വന്നപ്പോൾ, അല്ലെങ്കിൽ റിക്വസ്റ്റ് വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു 3 വേണ്ട 1 വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇത് കേൾക്കുന്ന ഒരു യുക്തിവാദി ഒരു 10 ഡയാലിസിസ് പേഷ്യൻസിനെ അങ്ങോട്ട് അയച്ചിട്ട്, എന്നാൽ നിങ്ങൾ ഒന്നുകൂടി പറയൂ, 3 വേണ്ട 1 വേണ്ട, ഇനി ഒരു ഡയാലിസിസും വേണ്ട എന്ന് പറഞ്ഞ് ഈ 10 പേഷ്യൻസിൻ്റെ കിഡ്നി രോഗം അല്ലെങ്കിൽ ഡയാലിസിസ് നിങ്ങളൊന്ന് മാറ്റിത്തരുമോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് എന്തു പറയും? ഉസ്താദാകട്ടെ ഈ സംഘടനയുടെ നേതാക്കളുടെ ഭാഷ്യപ്രകാരം ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാനുമാണ്. സുലൈമാൻ ഉസ്താദിൻ്റെ 40 അംഗ സമസ്തയുടെ പണ്ഡിതന്മാരെല്ലാവരും ഔലിയാക്കളാണ് എന്നാണ് ആ സംഘടനയുടെ നേതാക്കളും അണികളും ഒക്കെ വിശ്വസിച്ചിട്ടുള്ളത്. അത് പരസ്യമായിട്ട് അവർ പറയുകയുണ്ടായിട്ട് നോക്കൂ. ഒരിക്കൽ അവരുടെ ഒരു പണ്ഡിതൻ തന്നെ അത് പറയുന്നുണ്ട്, നോക്കൂ. മുഖം ഞങ്ങൾ അനുവദിച്ചു തരൂല. അഭിവന്ദരായ സുൽത്താനുൽ ഉലമ, അഭിവന്ദരായ റഈസുൽ ഉലമ, അഭിവന്ദരായ കോട്ടൂർ ഉസ്താദ്, 40ഓളം വരുന്ന ഔലിയാക്കൾ സ്ഥാനത്ത് നിൽക്കുന്ന മഹാരഥന്മാരായ നമ്മുടെ മുഴുവൻ പണ്ഡിതന്മാരും പിഴച്ചവനാണ് എന്ന് മുഖം ഞങ്ങൾ അനുവദിച്ചു തരൂല. അഭിവന്ദരായ സുൽത്താനുൽ ഉലമ, അഭിവന്ദരായ റഈസ്. കേട്ടല്ലോ, 40 ഔലിയാക്കളുടെ മർത്തബയിലുള്ളവരാണ് ആ സമസ്തയിലെ 40 പണ്ഡിതന്മാരും എന്നാണ് അവരുടെ വിശ്വാസം. ആയിക്കോട്ടെ, അത് അവരുടെ വിശ്വാസമായിക്കോട്ടെ, നമുക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ വാക്കിയാത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വലിയാണല്ലോ AP ഉസ്താദ്. ആ വലിയനോട് ഒരു യുക്തിവാദി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അള്ളാഹുവിന് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു തട്ടിക്കളയുകയില്ല, ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു എന്നാണല്ലോ നിങ്ങളുടെ വിശ്വാസം. എങ്കിൽ ഇതാ 10 ഡയാലിസിസ് പേഷ്യൻസിനെ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളൊന്ന് പറഞ്ഞതൊന്നും ഇല്ലാതെ ആക്കൂ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അയച്ചാൽ ഉസ്താദ് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഇത് ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്ന ചോദ്യമല്ലേ? ഒരിക്കലും അത് ചോദിക്കാൻ പാടില്ല. ഔലിയാക്കളും ഖുത്തുബകളും അഖ്താബീങ്ങളും ഒക്കെ നമ്മളുടെ വെല്ലുവിളി നോക്കി ജീവിക്കുന്നവരല്ല. അവർക്ക് വേറെ ധാരാളം പണികളുണ്ട്. നമ്മൾ പറയുമ്പോഴേക്കും അത്ഭുതങ്ങൾ കാണിക്കാൻ ഉള്ള വ്യക്തിത്വങ്ങളല്ല അവർ. അങ്ങനെ അവരെ നമ്മൾ കാണാനും പാടുള്ളതല്ല. അവരൊക്കെ വലിയ മഹാന്മാരാണ്. ഈ അഖ്താബികളെക്കാൾ വലിയ പവറുള്ളവരല്ലേ, പവറുള്ള സൃഷ്ടാവല്ലേ അള്ളാഹു സുബ്ഹാനഹു തആല. എന്നാൽ അള്ളാഹിനെ വിളിച്ചിട്ട് കാണിച്ചുകൂടെ? അള്ളാഹുവിൻ്റെ 40 ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയായ ബഹുമാനപ്പെട്ട AP ഉസ്താദിന് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് അതാ ആ നഷ്ടപ്പെട്ടു പോയ ബാബരി മസ്ജിദ് ഒന്ന് തിരിച്ചു പിടിക്കാൻ അള്ളാഹിനോട് പറഞ്ഞിട്ട് അതൊന്ന് തിരിച്ചു പിടിച്ച് സമുദായത്തിന് കൊടുത്തുകൂടെ എന്ന് ഒരു യുക്തിവാദി വെല്ലുവിളിച്ചാൽ എന്തു ചെയ്യും? വലിയാണല്ലോ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് ബുദ്ധിയില്ലാത്ത ന്യായങ്ങളാണ്, ചോദ്യങ്ങളാണ്. അത് പറയാൻ പാടില്ല. അതിൻ്റെ പേരിൽ ഹാഫിദ് ഉസ്താദിനെ ക്രൂശിക്കാൻ ഉസ്താദിൻ്റെ അണികൾ തയ്യാറാകുന്നു. മ്ലേച്ഛമായ ഭാഷയിൽ ഹാഫിദ് ഉസ്താദിനെ സോഷ്യൽ മീഡിയയിൽ തേജോവധം ചെയ്യുന്നു. ഇതൊക്കെ സുന്നികൾക്ക് ചേർന്നതാണോ പ്രിയപ്പെട്ടവരെ? AP ഉസ്താദിൻ്റെ വാക്കിൽ അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് അബദ്ധങ്ങൾ സംഭവിക്കാം. അതിന് അബദ്ധമായി കണ്ടാൽ മതിയല്ലോ. അതിനു പകരം അതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഹാഫിദ് ഉസ്താദിനെ തേജോവധം ചെയ്യുന്നു. അതേസമയം AP ഉസ്താദിൻ്റെ സംഘടനയിലെ ബഹുമാന്യനായ സുലൈമാൻ ഉസ്താദിൻ്റെ സംഘടനയിലെ പ്രബല പണ്ഡിതനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സമാനമായ പ്രയോഗത്തെക്കുറിച്ച് അവരൊന്നും മിണ്ടുന്നില്ല. റഹ്ബാനിയത്തല്ലേ? ഇതേ തന്തപ്രയോഗം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന പണ്ഡിതൻ നടത്തിയിട്ട് എന്തേ കാമാമിണ്ടുന്നില്ല? ഇതേ തന്തപ്രയോഗം മറ്റൊരു രൂപത്തിൽ, മുതറാദിഫായ രൂപത്തിൽ അദ്ദേഹം പ്രയോഗിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചില്ലയോ? അതാണ് പറഞ്ഞത്, റഹ്ബാനിയത്ത് ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. നോക്കൂ, അദ്ദേഹം പറയുന്നു, എന്താണ് സുന്നത്തിമാത്തിന്റെ വിശ്വാസം, ആദർശം? ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിൻ്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എൻ്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ എന്നും വായിക്കാം, എൻ്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി. ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തിഗാഥ. കണ്ടോ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടഞ്ഞു കിടക്കുന്ന വാപ്പയോട്, തന്തപ്പടിയോട് ഉപമിക്കുന്നു പേരോട് അബ്ദുറഹ്മാൻ സഖാഫി.
നഊദു ബില്ലാ. ഇതിൻ്റെ മതത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ ശത്മ് എന്നാണ് പറയുക. ആരെങ്കിലും മുത്ത് റസൂലുള്ളാഹിനെ ശത്മ് ചെയ്താൽ അജ്മഅൽ ഉലമാഉ അന്ന ശാത്തിമൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതനഖിസ ലഹു കാഫിറുൻ. അതേ ഖാളി ഇയാദ് തങ്ങൾ റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഫായിൽ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും മുത്തുനബിയെ ശത്മ് ചെയ്താൽ അല്ലെങ്കിൽ അവിടുത്തെ ഇടിച്ചു താഴ്ത്തിയാൽ അൽ മുതനഖിസ ലഹു കാഫിറുൻ, പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട് അദ്ദേഹം കാഫിറാണ് എന്നതിൽ. അങ്ങനെ അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇടിച്ചു താഴ്ത്തുന്ന സംസാരമല്ലേ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി നടത്തിയത്? അല്ലേ അദ്ദേഹത്തിന് അള്ളാഹു ഖേദിച്ചു മടങ്ങാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അത്രമാത്രം ഗൗരവതരമായ ആരോപണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നബിയോട് ഇസ്തിഗാസ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുഴഞ്ഞുകിടക്കുന്ന ബാപ്പയോട് ആ മകൻ ആവശ്യപ്പെടുന്നത് പോലെയാണ് എന്ന് സമീകരിക്കാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിന്, ഒരു സുന്നിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുമോ? ഇദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം മുത്ത് റസൂലുള്ളാഹിക്ക് ഒരു കഴിവുമില്ല. മുത്ത് റസൂലുള്ള കേവലം പോസ്റ്റ്മാനാണ്. എന്തവിടത്തേക്ക് ചോദിച്ചാലും അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി അള്ളാഹുവേ ഈ സഹോദരന് അതൊന്ന് കൊടുത്തേക്കണേ എന്ന് പറയുന്ന റോള് മാത്രമാണ് മുത്ത് റസൂലുള്ളാഹിക്കുള്ളത് എന്ന അബദ്ധധാരണയാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ നയിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്ര ഗുരുതരമായ ആരോപണം, തന്തവിളി മുത്ത് റസൂലുള്ളാഹിക്കെതിരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. എന്തേ? അദ്ദേഹത്തിൻ്റെ സംഘടനയിലെ മറ്റു പണ്ഡിതന്മാരോ പ്രവർത്തകരോ ആർക്കും ഒരു പരിഭവമില്ലല്ലോ. ഹാഫിദ് ഉസ്താദിനെതിരെ കുരച്ചു ചാടിയ AP ഉസ്താദിന്റെ സംഘടനയിലെ മറ്റു പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും ശ്രീ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ഈ പരാമർശത്തിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്മ ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ പരാമർശത്തിൽ, നിരുത്തരവാദപരമായ പരാമർശത്തിൽ എന്തു പറവാനുണ്ട് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മതത്തിൽ നിന്ന് തന്നെ തെറിച്ചു പോകുന്ന അതിഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നഊദു ബില്ലാ. ഒരിക്കലുമല്ല. എന്താണ് സുന്നി വിശ്വാസം? സുന്നി വിശ്വാസം ഇദ്ദേഹം ഇപ്പോൾ പറയുന്നതല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകനായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ അബദ്ധം നമ്മുടെ ശ്രദ്ധയിൽ അന്ന് പെട്ടിരുന്നില്ല. ഇത് അദ്ദേഹം നേരത്തെയും പറയുന്നുണ്ട്. നോക്കൂ, അദ്ദേഹം ഇത് നേരത്തെയും പറയുന്നുണ്ട്. ഇവിടെ ചായ ഉണ്ടാക്കുന്നത് അയാൾ ചോദിക്കുന്നില്ല. അയാൾക്ക് ബുദ്ധിയുണ്ട്, അയാൾക്കറിയാം ഇവിടെ ചായ വേണോന്ന് തന്നെ അർത്ഥം ചായ വേണോന്ന് പോയി പറയണോന്നാണ്. ഇതുപോലെ ഞങ്ങൾ സുന്നികള് ഔലിയാക്കളെ അമ്പിയാക്കളെ വിളിച്ചിട്ട് രോഗം മാറണോ തന്നെ, രോഗം മാറണോന്ന് അള്ളാഹിനോടൊന്ന് പറയണേന്നാ. അപ്പോ അതാണ് അല്ല കൊടുക്കുന്നവന് ഞാൻ ഒരിക്കലുമല്ല. സുന്നി അങ്ങനെ വിശ്വസിക്കുന്നേയില്ല. സുന്നിയുടെ വിശ്വാസം മുത്ത് റസൂലുള്ളാഹിനോട്, അവിടുത്തെ വാരിസ്യങ്ങളായ ഔലിയാക്കളോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അവർ നേരിട്ടത് നൽകുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിന് ഇസ്തിഗാസ എന്ന് നമ്മൾ പറയുന്നു. മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? മുത്തനബിയോട് ആവശ്യപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു. ചായ ഉണ്ടാക്കുന്നത് അയാൾ ചോദിക്കുന്നില്ല. അയാൾക്ക് ബുദ്ധിയുണ്ട്, അയാൾക്കറിയാം ഇവിടെ ചായ ഉണ്ടാക്കുന്നത് അയാൾ ചായ വേണോന്ന് പോയി പറയണോന്നാണ്. ഇവിടെ ചായ ഉണ്ടാക്കുന്നത് അയാൾ ചായ വേണോന്ന് പോയി പറയണോന്നാണ്. ഇതുപോലെ ഞങ്ങൾ സുന്നികള് ഔലിയാക്കളെ അമ്പിയാക്കളെ വിളിച്ചിട്ട് രോഗം മാറണോ തന്നെ, രോഗം മാറണോന്ന് അള്ളാഹിനോടൊന്ന് പറയണേന്നാ. അല്ല, രോഗം മാറണോന്ന് അള്ളാഹിനോട് പറയണേ എന്നല്ല അതിനർത്ഥം. മുത്തുനബിയെ അങ്ങ് രോഗം മാറ്റിത്തരണേ, ബദരീങ്ങളെ നിങ്ങൾ രോഗം മാറ്റിത്തരണേ, മമ്പുറത്ത് തങ്ങളുപ്പാപ്പ അവിടുന്ന് രോഗം മാറ്റിത്തരണേ. കാരണം അവർക്ക് രോഗം മാറ്റാനുള്ള കഴിവ് അല്ല കൊടുത്തിട്ടുണ്ട്. അവർ അതിന് ശക്തരാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ, ഒരു ബിഷഗ്ഗരനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? ഓ ബിഷഗ്ഗര, അള്ളാഹിനോട് ആവശ്യപ്പെട്ട് എൻ്റെ രോഗമൊന്ന് മാറ്റിത്തരണേ എന്നല്ല. നിങ്ങൾ അവരോട് ഡോക്ടറെ എൻ്റെ രോഗം നിങ്ങളൊന്ന് മാറ്റിത്തരണേ എന്നാണ്. ആ ഡോക്ടർ തന്നെയാണ് നിങ്ങളുടെ രോഗം മാറ്റിത്തരുന്നത്. മരുന്ന് തന്നുകൊണ്ട്, ശസ്ത്രക്രിയകൾ ചെയ്തുകൊണ്ട്, ഓപ്പറേഷൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു ചികിത്സാ രീതികൾ അവലംബിച്ചുകൊണ്ട് അയാൾ നേരിട്ട് മാറ്റുകയല്ലേ. അവിടെ ഭൗതിക തലത്തിൽ പോലും പറയാത്ത വിചിത്രമായ മാനദണ്ഡം ആധ്യാത്മിക രംഗത്ത് ഇവിടെ അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താ? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കൊരു കഴിവുമില്ലേ? അപ്പോൾ ഇസ്തിഗാസയെ ന്യൂനീകരിക്കാനുള്ള ശ്രമമാണ്, താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമമാണ്. അതേസമയം അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള രൂപം അത് തവസ്സുലിൻ്റെ തഹത്തിലാണ് വരുന്നത്. മഹാന്മാരെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിക്കുക, അത് തവസ്സുലിൻ്റെ തഹത്തിലാണ് വരുന്നത്. അതേസമയം ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുതുബിയത്ത് നടത്തുന്നുണ്ട്, വഹീദ്ദീൻ ശൈഖ് തങ്ങളെ വിളിച്ചു അവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്തിഗാസ നടത്തുന്നുണ്ട്. മുജാഹിദിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഇസ്തിഗാസ നമ്മൾ നടത്തുന്നുണ്ട്. അവർ നേരിട്ട് നമ്മളെ സഹായിക്കും. അതിന് ഉദാഹരണമല്ലേ നമുക്കറിയാം, അങ്ങ് ഏർവാടിയിൽ എത്രയോ രോഗബാധിതരായ, മാനസിക രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, മറ്റ് രോഗങ്ങൾ കൊണ്ട്, സിഹർ കൊണ്ട് കഷ്ടപ്പെടുന്നവർ അവിടെ പോകുന്നു.
അവിടെ തലവെട്ടുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവിടെ മരണപ്പെട്ടുപോയ മഹാന്മാർ അവർ നേരിട്ട് വന്ന് ശസ്ത്രക്രിയ ചെയ്യുന്നു, നേരിട്ട് വന്ന് ഓപ്പറേഷൻ ചെയ്യുന്നു, നേരിട്ട് വന്ന് രോഗം മാറ്റുന്നു. അപ്പോൾ അവരോട് പ്രാർത്ഥിക്കുന്നവർ, അവരോട് ഇസ്തിഗാസ ചെയ്യുന്ന അവിടെ പോകുന്ന സുന്നികളുടെ വിശ്വാസം അവർ നേരിട്ട് സഹായിക്കുമെന്ന് തന്നെയാണ്. സഹായിക്കില്ല അള്ളാഹിനോട് പ്രാർത്ഥിച്ച് ഇതൊന്ന് മാറ്റണേ എന്നല്ല, മറിച്ച് അവർ നേരിട്ട് സഹായിക്കും. അതിനർത്ഥം അവർ സ്വന്തം നിലയ്ക്ക് സഹായിക്കുമെന്നല്ല. അത് സുന്നിയോട് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നാണ് അവരൊക്കെയും സഹായിക്കുന്നത്. അള്ളാഹ് കൊടുക്കാത്ത ഒരു കഴിവും ഒരു മഹാനുമില്ല എന്ന് ഏത് സുന്നിക്ക് പറയാം. അത് പണ്ട് പകര ഉസ്താദ് പറഞ്ഞതുപോലെ കുത്തുബിയത്ത് നടത്തുന്ന സമയത്ത് ഒരു മുസ്ലിയാർ എഴുന്നേറ്റ് പറയുന്നു, മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോൾ കഴിവൊക്കെ അള്ളാഹു ആണ് തരുന്നത് കേട്ടോ, മൊയ്തീൻ ഷെയ്ഖ് ഒരു കാരണം മാത്രമാണേ, ഒരു നിമിത്തം മാത്രമാണേ എന്ന് പറയുന്നവൻ ആരാണോ അവനാണ് നമ്പർ 1 മുജാഹിദ് സലഫി വഹാബി എന്ന് പകര ഉസ്താദ് പണ്ട് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. സുന്നിയോട് പറയേണ്ട ആവശ്യമുണ്ടോ സുഹൃത്തുക്കളെ? നമ്മുടെ അടിസ്ഥാനം തന്നെ അതല്ലേ, വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാ കഴിവുകളും അള്ളാഹുവിനുള്ളതാണ്, എല്ലാത്തിൻ്റെയും ഉടയദാതാവും അള്ളാഹുവാണ്. അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് അവൻ ഇഷ്ടമുള്ളത് പരിധിയില്ലാതെ കൊടുക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അവർക്കതിന് കഴിവുണ്ട്. ദുനിയവിയായ കാര്യങ്ങളിലൊക്കെ, വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മൾ ഒരാളെ ബന്ധപ്പെടുമ്പോൾ അയാൾ നമ്മൾ നേരിട്ട് സഹായിക്കുന്നു. പൈസ ചോദിക്കുമ്പോൾ, കടം ചോദിക്കുമ്പോൾ നേരിട്ട് അയാൾ നമുക്ക് കടം തരുന്നു. ആര് കടം തന്നു? അല്ലാഹ് തന്നല്ല പറയാ. കടം തന്നത് ആരാ? അത് മമ്മാലി തന്നു, അല്ലെങ്കിൽ യൂസുഫ് അലി തന്നു, അല്ലെങ്കിൽ അബ്ദുള്ള തന്നു എന്ന് പറയാ. അള്ളാഹ് തന്നു എന്ന് ആരും പറയാറില്ല, പറയേണ്ട ആവശ്യമില്ല. അള്ളാഹുവാണ് അവൻ അതിന് കഴിവ് കൊടുത്തത്, അതെല്ലാവർക്കും അറിയാം. ഇങ്ങനെ മുത്തു റസൂലുള്ളാഹിനെ ഇടിച്ചു താഴ്ത്തുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ശതമ് നോക്കൂ. എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, ആദർശം എന്ന് എല്ലാവരും പഠിക്കണം. സുന്നത്ത് ജമാഅത്തിന് ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടിയാൽ, മനുഷ്യർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ നോക്കൂ, ഇദ്ദേഹത്തിൻ്റെ ആ മാനറിസവും ഇദ്ദേഹത്തിൻ്റെ ആ സമീപന രീതിയും, മനുഷ്യർ എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടില്ലേ? ആരൊക്കെ പെട്ടു? അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരെയൊക്കെ ന്യൂനീകരിക്കുകയാണ്. സാധാ മനുഷ്യന്മാരായിട്ട് ന്യൂനീകരിക്കുകയാണ്. അതിൻ്റെ മറ്റൊരു രൂപമാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. എത്ര വിചിത്രമായ ഒരു പരിണാമമാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. നോക്കൂ, സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, സാധാരണ മനുഷ്യനല്ലാതെ ഉള്ളൂ. എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടിയ എങ്ങനെ? മനുഷ്യനാണ്, സാധാരണ മനുഷ്യനല്ലാന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഒരിക്കലും സാധാരണ മനുഷ്യനല്ലേ അല്ല, ഇതിപ്പോൾ സാധാരണ മനുഷ്യനല്ലാന്നേ ഉള്ളൂ. പിന്നെയോ യൂഹായിലിയ, വഹി വരുന്നുണ്ട്. പണ്ടത്തെ മുജാഹിദ് ജമാഅത്തിൻ്റെ അതേ ഭാഷ്യം, അദ്ദേഹം അതേ ശൈലി കടമെടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന പ്രയോഗങ്ങൾ നോക്കൂ. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ഒരുമിച്ച് കൂടിയാൽ, വൽ ജിന്നു, എല്ലാ ജിന്നും ഒരുമിച്ച് കൂടിയാൽ, വൽ മലായികത്തു, സർവ്വ മലക്കുകളും ഒരുമിച്ച് കൂടിയാൽ, വശയാത്തീൻ, സർവ്വ പിശാചുക്കളും ഇബ്ലീസൊക്കെ ഒരുമിച്ച് കൂടിയാൽ, ആകയാൽ എല്ലാ സൃഷ്ടികളും ഒരുമിച്ച് കൂടിയാൽ. നോക്കൂ, സകല അമ്പിയാക്കളെയും ഔലിയാക്കളെയും ശൈത്താനെയും അടക്കം അദ്ദേഹം കൂട്ടിപ്പറയുകയാണ്. നിങ്ങൾ നോക്കൂ, നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഒരു മുഅ്മിൻ അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ പോലും പലപ്പോഴും നമ്മൾ റസൂലുള്ളാഹിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് തുമ്മൽ വന്നാൽ, കോട്ടുവായ വന്നാൽ, നമ്മൾ ആ സമയത്ത് നമ്മുടെ വായ മൂടിയിട്ട് നമ്മൾ പറയും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പക്ഷേ ആ സമയത്ത് നമുക്ക് പറയാൻ ഭയമാണ്. കാരണം മുത്ത് റസൂലുള്ളാഹിൻ്റെ പേര് അവിടെ ആരോ പറഞ്ഞു, നമുക്ക് സലാം പറയണം, സലാത്ത് ചെല്ലണം. അപ്പോൾ ആ സമയത്ത് പോലും നമ്മൾ അത്രയും സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് മുത്ത് റസൂലുള്ളാഹിയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇദ്ദേഹത്തിന് ഇത് പറയുന്നതിൽ യാതൊരു വൈക്ലഭ്യവുമില്ല. എന്തുകൊണ്ട്? ഇവരിൽ നിന്ന് സുന്നിയത്ത് നീങ്ങിപ്പോയിരിക്കുന്നു. നേരത്തെ ശംസുലമ പറഞ്ഞ അതേ കാറ്റഗറിയിൽ ഇവർ വന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ആ കാറ്റഗറിയിൽ വന്നിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണങ്ങൾ പലതുണ്ട്. മശായിഖന്മാരെ പരിഹസിക്കുക, മശായിഖന്മാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അള്ളാഹു ഇവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു വിലയിരുത്തലാണ്. അതിന് കാരണമുണ്ട്. ബിദ്അത്തുകാരുമായിട്ടുള്ള സഹവാസം. ഇദ്ദേഹം അത് തുറന്നടിക്കുന്നുണ്ട് ഒരു സമയത്ത്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രഭാഷണത്തിൽ അദ്ദേഹം തുറന്നടിക്കുകയാണ്, ബിദ്അത്തുകാരുമായിട്ട് സഹവസിക്കാം. നമ്മുടെ ആശയം എന്താ? മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആനല്ലാഹ ഫഖദ് ആന മിൻ അഹ്ദുമിൽ ഇസ്ലാം. ഒരാൾ അല്ലെങ്കിൽ മൻ അള്ളമ സ്വാഹിബ ബിദ്അത്തിൻ, ഒരു ബിദ്അത്തുകാരനെ ഒരാൾ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ ദീൻ പൊളിക്കാൻ കൂട്ടുനിൽക്കുന്നവനായി എന്നാണ് നമ്മുടെ ആശയം, നമ്മുടെ ആദർശം. എന്നാൽ അത് ഉല്ലംഘിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്,
ബിദ്അത്തുകാരൻ്റെ അടുത്ത് പോയിരുന്ന് സലാം പറഞ്ഞ് ചിരിച്ച് കളിച്ച് അവൻ്റെ പൈസ വാങ്ങി ദീൻ വളർത്തണം എന്ന് അദ്ദേഹം പറയുന്നു. നഊദു ബില്ലാഹ്, ഇവർ മാൻ അലൈഹി വസ്ഹാബി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുമോ പ്രിയപ്പെട്ടവരെ? നോക്കൂ, അദ്ദേഹം പറയുന്നത് കേൾക്കൂ. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു പുത്തൻവാദികളെ പെറുക്കുമോ? പുത്തൻവാദികളായ രാജാക്കന്മാരുടെ, പുത്തൻവാദികളായ ജഡ്ജിമാരുടെ ഒക്കെ പെറുക്കൂ, VIP-കളെ പെറുക്കൂ. എന്നിട്ട് അവർക്ക് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവരും സുന്നി കൊണ്ടിരുന്നു. അപ്പൊ ചില മൗലവിമാര് എന്തേ ഇമാം അബുൽ ഹസൻ അശ്അരി മുജാഹിദുമായിട്ട് ബന്ധപ്പെട്ട്, മുജാഹിദ് തന്നെ അന്നത്തെ മുജാഹിദ് മുഅ്തസിലത്താണ്, ഈ പുത്തൻവാദികളായിട്ട് എന്തിനാ ബന്ധപ്പെട്ടത്? അവനെ സുന്നി കൊണ്ടുവരാനാ. അപ്പോഴേ ഇപ്പോഴല്ല അങ്ങനെ ഒരു മുജാഹിദായ ഒരു വലിയൊരു പണക്കാരൻ, അവന്റെ പൈസ കൊണ്ട് ഒരുപാട് മുജാഹിദ് വളരുകയാണ്. അപ്പൊ ആ പണക്കാരനെ വല്ല സുന്നത്ത് ജമാഅത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ആലിമല്ലേ വിളിപ്പിച്ച്, അല്ലെങ്കിൽ അവനെ പോയി കണ്ട് അവന് കുറച്ച് സുന്നത്ത് ജമാഅത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കണ്ടോ, പിരിവ് വാങ്ങാൻ വേണ്ടി പോയി പിരിവ് വാങ്ങാൻ മൊയിലാറ് പോലെ അരി വാങ്ങാനാ? സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കാനല്ലേ പിരിവ് വാങ്ങാൻ ആയാൽ തന്നെ. അങ്ങനെ സുന്നത്ത് ജമാഅത്ത് വളർത്താൻ അല്ലാഹ് പറഞ്ഞിട്ടില്ല, റസൂൽ പഠിപ്പിച്ചിട്ടില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാര് കാണിച്ചു വന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മഹാനായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി അൽ മടവൂർ ഖദ്ദസല്ലാഹു സുർറഹുൽ അസീസ് ഒരിക്കൽ ഒരു ആളുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് അതാ കോഴിക്കറിയുടെ കാലെടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെനിക്കോ എൻ്റെ കൂട്ടക്കാർക്കോ കഴിക്കൽ ഹറാമാണ്. കാരണം എന്താണ്? അത് അറുത്തതൊരു മുജാഹിദ് മൗലവിയായിരുന്നു. സാധാരണ സുന്നി മൊല്ലാക്കയാണ് അറുക്കാറ്. അന്ന് അയാളെ കിട്ടാത്തതുകൊണ്ട് വീട്ടിലെ ഉമ്മാമ അല്ലെങ്കിൽ ഉമ്മ ഒരു മുജാഹിദ് മൗലവിയെ കൊണ്ട് അറുപ്പിച്ചു. നോക്കൂ, അപ്പോൾ അത്രക്ക് ബിദ്അത്തുകാരോട് ശത്രുത വെച്ച് പുലർത്തണം എന്ന് പറഞ്ഞിടത്ത് ബിദ്അത്തുകാരുടെ അടുത്തുപോയി സലാം പറഞ്ഞ് ചിരിച്ച് കളിച്ച് ചായ കുടിച്ച് അവൻ്റെ പൈസ വാങ്ങി ദീൻ വളർത്തണം, സ്ഥാപനം വളർത്തണം എന്ന് പറയുന്ന ആശയം ഇദ്ദേഹത്തെ പോലെയുള്ളവർ കൈക്കൊണ്ടതിൻ്റെ ഫലമാണ് സുന്നിയത്ത് നീങ്ങിപ്പോയിരിക്കുന്നു. ഇതാണ് എൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ദുസ്വാധീന ഫലമായിട്ടായിരിക്കും ഒരു പക്ഷേ AP ഉസ്താദ് ഇത്തരക്കാരുടെ ദുസ്വാധീന ഫലം. ചാരിയത് മണക്കുമെന്നാണല്ലോ. ബഹുമാനപ്പെട്ട AP ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന് ഉള്ളാൾ ദർഗയിൽ വെച്ച് അങ്ങനെ പറയേണ്ടി വന്നത് ഈ ദുസ്വാധീന ഫലമായിട്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവരെപ്പോലുള്ള ആളുകളാണ് ഇപ്പോൾ ആ സംഘടനയിലെ പ്രബല ശക്തികൾ. അപ്പോഴാണ് ഹാഫിദ് ഉസ്താദ്, ബഹുമാന്യനായ ഹാഫിദ് ഉസ്താദ് അവിടുന്ന് അങ്ങനെ ശക്തമായി പ്രതികരിച്ചത്. അതപ്പോഴേക്കും വലിയ വിവാദമാകുകയും AP ഉസ്താദിനെ തന്ത എന്നൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുകയാണുണ്ടായത്. എത്ര മോശപ്പെട്ട ഒരു സംസ്കാരം. അതേസമയം ഈ പ്രയോഗം ഇങ്ങനെയുള്ള യഥാർത്ഥത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, പാരമ്പര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ ചില സമയത്ത് അത്യാവശ്യമായിട്ട് വരുമെന്ന് തന്നെ നമുക്ക് കാണാം. ചില പ്രയോഗങ്ങൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരിക്കൽ പറഞ്ഞല്ലോ. എന്താണ് പറഞ്ഞത്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ഉംസുസ് ബലരിൽ അല്ലാത്ത്, ഉർവനോട് പറഞ്ഞു. വഫീ ഖൗലി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉർവ ഉംസുസ് ബലരി അല്ലാത്ത്, ലാത്തയുടെ ക്ലിറ്റോറിസിസ് പോയി ഊമ്പിക്കൊടുക്കുക എന്ന് പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഫത്തുൽ ബാരിയിലേക്ക് കാണാം, ദലീലുൻ അലാ ജവാസി തസ്രീഹി ബിസ്മി ഔറ ഇദാ കാന ഫീഹി മസ്ലഹത്തൻ തഖ്തലീഹാ തിൽക്കൽ ഹാൽ. കണ്ടോ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾക്ക് അവർ പാത്രീഭൂതരാകും. അത് ജായിസാണ്, അത്തരം പ്രയോഗങ്ങൾ ജായിസാണ്. കമാ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐ യുസർരിഹ ലിമൻ ഇദ്ദഅ ദഅവൽ ജാഹിലിയ ബിഹനി അബീഹി. കണ്ടോ, ജാഹിലിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജാഹിലിയ വാദമുഖങ്ങളുമായിട്ട് വരുന്നവർക്കെതിരെ അത്തരം പ്രയോഗങ്ങൾ നടത്താമെന്ന് മുത്തുറസൂൽ തന്നെ അനുവാദം കൊടുത്തിട്ടുണ്ട്. മൻ തഅസ്സാ ബി അസാഇൽ ജാഹിലിയ ഫഇല്ലൂഹു ബിഹനി അബീഹി വലാ തഖ്നു എന്നും കാണാം. അപ്പോൾ അത്തരം ജാഹിലിയ വാദങ്ങളുമായിട്ട് ഒരാൾ വന്നാൽ അത്തരത്തിലുള്ള ലിംഗപ്രയോഗങ്ങൾ വരെ നടത്താമെന്നതിന് ഇസ്ലാമിൽ തെളിവുണ്ട്. മനസ്സിലായോ? അത് നമ്മുടെ ഈ അടുത്ത കാലക്കാരായ പണ്ഡിതന്മാർ പോലും അത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, മഹാനായ വൈലത്തൂ തങ്ങളുപ്പാപ്പ പണ്ട് കുത്തുബുലാരനങ്ങളുടെ കറാമത്തുകളും മറ്റും പറഞ്ഞപ്പോൾ അന്ന് തന്നെ ചില ശക്തികൾ അടക്കം പറഞ്ഞിരുന്നു, ഇതൊക്കെ കള്ളക്കഥകളാണ്, മായാവി കഥകളാണെന്ന് പറഞ്ഞപ്പോൾ അത് നേരിട്ട് അവിടുത്തെ ദൂരക്കാഴ്ച മൂലം, അവിടുത്തെ ആധ്യാത്മിക ശക്തി മൂലം മനസ്സിലാക്കിയ വൈലത്തൂ തങ്ങളുപ്പാപ്പ ഒരു സദസ്സിൽ അത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ആ പ്രയോഗം നിങ്ങളൊന്ന് കേട്ടു. ജീവിതത്തിൽ എങ്ങനെയാണ് അതിനേക്കാൾ എളുപ്പവുമാണ്.
ആണും പെണ്ണുമല്ലാത്ത ചാവാക്കാട് പ്രസവിച്ചതായ അല്ല ചെമ്മാട് പ്രസവിച്ചതിന് നേരം പുലരുന്നതിന്റെ ഉള്ളിഷ്ടമായ രൂപത്തിൽ എന്ന് പറഞ്ഞില്ല. എന്ന് പെണ്ണായി ആണാണായി തിരിച്ചു ചെമ്മാട്. അതൊന്നും മൂപ്പരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ആണ് പെണ്ണാക്കൽ പെണ്ണിന് ആണാക്കൽ അതൊന്നും അനുഭവജ്ഞാനാണ് ഞാൻ പറയുന്നത്. ഇനി എന്റെ പ്രസംഗങ്ങൾക്ക് ഏത് രൂപത്തിൽ നെറ്റ് കൊടുത്താലും ഞാൻ അനുഭവജ്ഞാനിയാണ്. എന്റെ മുമ്പിൽ നിങ്ങൾ ആ കളി കളിക്കരുത്. കളിക്കാൻ ഞാൻ നായിന്റെ മക്കളെ കളിക്കാനും ചെയ്യും. എന്താ നിങ്ങൾ പറഞ്ഞത്? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കുത്തുബുല്ലാലും തങ്ങൾക്ക് സാധിക്കും. അതെൻ്റെ അനുഭവമാണ്, അങ്ങനെ നടന്നിട്ടുണ്ട്. ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ മഹാനുഭാവൻ്റെ അടുത്ത് വന്ന് ശകാവത്ത് പറഞ്ഞ ഒരു കുടുംബത്തിന് മഹാൻ പറഞ്ഞു, ഞാൻ അതിനെ ആണാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ പെണ്ണാക്കിയിരിക്കുന്നു, അങ്ങനെ ലിംഗം നിർണയിച്ചു കൊടുക്കുന്നു. അത് എൻ്റെ അനുഭവമാണ്. അത് കള്ളക്കഥയാണ്, കറാമത്ത് കള്ളക്കഥ കറാമത്താണെന്ന് പറഞ്ഞു വന്നാൽ നായിൻ്റെ മക്കളെ നിങ്ങളെ ഞാൻ ശരിപ്പെടുത്തും എന്ന് വൈലത്തു തങ്ങളുപ്പാപ്പ തുറന്നടിക്കുകയാണ്. അപ്പോൾ അന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കളികൾ എന്ന് വൈലത്തു തങ്ങളുപ്പാപ്പ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. ഇത് പഴയ പ്രസംഗമാണ് തങ്ങളുപ്പാപ്പയുടെ. അപ്പോൾ അത്തരം പ്രയോഗങ്ങൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ നിഷേധിക്കുന്ന ശക്തികൾക്കെതിരെ പ്രയോഗിക്കാം എന്നറിയാവുന്ന പണ്ഡിതനാണ് വൈലത്തൂർ തങ്ങളുപ്പാപ്പ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. അതുകൊണ്ടാണ് അവിടുന്ന് അത് പ്രയോഗിച്ചത്. അതുപോലെ ഷംസുലമ മഹാനവറുകൾ പറഞ്ഞിട്ടില്ലേ, തെണ്ടിയെന്നോ മറ്റോ വിളിച്ചിട്ടില്ലേ ചില ആളുകളെ? താജുലമ പറഞ്ഞിട്ടില്ലേ, നിന്റെ ബാപ്പയുടേതാണോടാ സ്കൂള് എന്ന് ചോദിച്ചിട്ടില്ലേ? അതൊക്കെ വളരെ ചെറിയ പ്രയോഗമാണ്. അതിനേക്കാൾ വലിയ പ്രയോഗം നമുക്ക് ഹദീസുകളിൽ കാണാം. കണ്ടല്ലോ, നമ്മൾ ഓർമ്മടി ചരിത്രത്തിൽ കണ്ടല്ലോ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം നമുക്കറിയാലോ. അതൊന്നും ഹാഫിദ് ഉസ്താദ് പറഞ്ഞിട്ടില്ല. ആ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതിനെയാണ് ഇവർ പൊങ്കാലയിടാൻ ശ്രമിച്ചത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ഇസ്ലാമിൻ്റെ ഹൃദയപക്ഷത്ത് നിന്നുകൊണ്ട്, അഹ്ലുസുന്നയുടെ പാരാവാരം നിറഞ്ഞു നിൽക്കുന്ന പാരാവാരം പോലെയുള്ള പ്രമാണങ്ങൾ നിന്നുകൊണ്ട് പരിശോധിച്ചാൽ അതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നുമല്ല, ഇനിയും ധാരാളം പിഴച്ച വാദങ്ങൾ ഈ പറയപ്പെട്ട ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ കാണിച്ചാൽ, ഇപ്പോൾ ഈ അടുത്ത് ബഹുമാന്യനായ ഹാഫിദ് ഉസ്താദ് തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുമായിട്ട് ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ പറയുന്ന സുലൈമാൻ ഉസ്താദിൻ്റെ സംഘടനയിലെ ചില ആളുകൾ ആ മഹദിയുടെ വീഡിയോ എടുത്ത് അത് ലോകത്ത് മൊത്തം പ്രചരിപ്പിച്ചു. എന്തുമാത്രം അക്രമമായിട്ടുള്ള പരിപാടിയാണ് അവർ നടത്തിയത്! എത്രമാത്രം അപലപനീയമായിട്ടുള്ള, എത്രമാത്രം നൃശംസനീയമായിട്ടുള്ള കാര്യമാണ് അവർ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, അദ്ദേഹം കുടുംബവുമായി പോകുമ്പോൾ അവരുടെ വീഡിയോ എടുത്ത് ലോകത്ത് മൊത്തം സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് പരിഹസിക്കുക ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതാണോ? അന്യ സ്ത്രീകളെ കണ്ടാൽ മുഖം താഴ്ത്തണം, കണ്ണ് ചിമ്മണം എന്നല്ലേ ഇസ്ലാമിൻ്റെ വിധി? എവിടെ പോയി നിങ്ങളുടെ ഈ അഹ്ലുസുന്നയുടെ നിയമം? എവിടെ പോയി? നിങ്ങൾക്ക് പാലിക്കാൻ സാധിച്ചോ? പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്നവർ അടക്കം ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു, ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര മോശപ്പെട്ട പ്രവർത്തനമാണ് സുഹൃത്തുക്കളെ അത്! ഇസ്ലാമിൻ്റെ നിയമം അറിയാതെ ഔറത്ത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ മഹദിയെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദിനെയൊക്കെ തെറി പറഞ്ഞും മോശപ്പെടുത്തിയും എന്തൊക്കെ വൃത്തികെട്ട ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് എൻ്റെ PM വന്നുകൊണ്ട് തന്നെ ഒരു സുന്നി ചെറുപ്പക്കാരൻ, എൻ്റെ കയ്യിൽ അതിൻ്റെ ക്ലിപ്പൊക്കെ ഉണ്ട്, അദ്ദേഹം എന്നെ തെറി പറയുകയാണ്. മോശപ്പെട്ട പ്രയോഗങ്ങൾ എൻ്റെ കുടുംബക്കാരെ വെച്ചുകൊണ്ടൊക്കെ. ആ ചെറുപ്പക്കാരൻ AP ഉസ്താദിൻ്റെ സംഘടനയിലെ ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇവിടെ വസ്തുത മനസ്സിലാക്കാതെ, ഹക്ക് എന്താണെന്ന് മനസ്സിലാക്കാതെ, ശറഅ് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കാതെ, കേവലം ഞാൻ നേരത്തെ പറഞ്ഞ റഹ്ബാനിയത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, തങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന പൗരോഹിത്യത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ പറയുന്ന വിഭാഗം ഇവർ നടത്തിയ പേക്കൂത്ത് നിങ്ങൾ കണ്ടതാണ്. എന്നാൽ അതിൻ്റെ പ്രാമാണിക വശം എന്താണ് പ്രിയപ്പെട്ടവരെ? നിങ്ങൾ നോക്കൂ, യാദൃശ്ചികം അല്ലെങ്കിൽ അതുകൂടി ഒന്ന് പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ്ലാമിലെ ഹിജാബിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാം, മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിലെ പ്രബലരായ 2 പണ്ഡിതന്മാർ, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം റംലി റളിയല്ലാഹു അൻഹു. ഇമാം റംലി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം നമുക്ക് എല്ലാവർക്കും അറിയാം, മുഖം മറക്കണം എന്നുള്ളതാണ്. പക്ഷേ മതത്തിൽ റാജിഹായിട്ടുള്ളത് ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ നിലപാടാണ്. എന്താണ്? ഇബാറത്ത് ഞാൻ ഷെയർ ചെയ്യുന്നു. നഖ്ലുൽ മുസന്നിഫി, ആരാണ് മുസന്നിഫ്? ഇമാം നവവി റളിയല്ലാഹു അൻഹു. അൻ ഇയാലിൻ അൽ ഇജ്മാ. അപ്പോൾ ഈ ഖാദി ഇയാദ് തങ്ങളിൽ നിന്ന് ഇജ്മാഇനെ നഖൽ ചെയ്യുകയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു.
എന്താണ്? അല അന്നഹു ലാ യൽസമുഹാ ഫീ ത്വരീഖിഹാ സതുർ വജ്ഹിഹ. ഒരു സ്ത്രീ അവളുടെ വഴിയിൽ പ്രവേശിച്ചാൽ അവൾക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല. പിന്നെ വ ഇന്നമാ ഹുവ സുന്നത്തിൻ, അത് സുന്നത്ത് മാത്രമാണ്, അല്ലെങ്കിൽ സുന്നത്താണ്, നിർബന്ധമില്ല. വ അല റിജാലി, അപ്പോൾ ആ വഴിയിലുള്ള റിജാൽ എന്ത് ചെയ്യണം? ഗള്ളുൽ ബസരി അൻഹുന്നാ ലിലായത്തി. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതുപോലെ അവൻ കണ്ണ് ചിമ്മിക്കണം, അവൻ കണ്ണിനെ താഴ്ത്തണം. അത് പുരുഷൻ്റെ ജോലിയാണ്. അപ്പോൾ പുരുഷന്മാരടക്കമുള്ള ഒരു വഴിയിലേക്ക് സ്ത്രീ പ്രവേശിച്ചാൽ അവൾ മുഖം മറക്കൽ നിർബന്ധമില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിധി, നിയമം, കർമ്മശാസ്ത്രം. ഇനി ഒരാൾ മറച്ചാൽ അത് സുന്നത്താണ്, മുസ്തഹബാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒരു വ്യക്തിയെ വിമർശിക്കണമെങ്കിൽ സ്വരീഹൻ മതത്തിൽ അത് നസ്സാക്കപ്പെടണം. അങ്ങനെ നസ്സാക്കപ്പെട്ടിട്ടില്ല എന്നാണ് ആ വരിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പിന്നീട് ഇമാമ്, ഒരു രാജ്യത്തെ ഇമാമ് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഭരണാധികാരി ഒരു നിയമം നടപ്പിലാക്കിയാൽ, ഇപ്പോൾ മുഖം മറക്കണമെന്നൊരു ഭരണാധികാരി നിയമം നടപ്പിലാക്കി, അപ്പോൾ എല്ലാവരും മറക്കണം. പക്ഷേ അതിനെ ശറഇൻ്റെ നിയമമായി കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു മസ്ലഹത്തിന് വേണ്ടിയൊക്കെ ഒരു ഇമാമിന് അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് വെച്ചുകൊണ്ട് പെണ്ണ് മുഖം മറച്ചിരിക്കണമെന്ന് പറയാൻ യാതൊരു നിർവാഹവുമില്ല. അതേസമയം മൻ തഹഖഖത് നളറ അജ്നബിയ്യിൻ ലഹാ യൽസമുഹാ സത്റു വജ്ഹിഹ അൻഹു, ഒരു പുരുഷനെ നേർക്കുനേർ ഒരു സ്ത്രീ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ വല്ലതും ചോദിക്കേണ്ടി വന്നാൽ, അത് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്ത് വേണം? ജിൽബാബ് ഉണ്ടായിരിക്കണം, മറയുണ്ടായിരിക്കണം. അതാണ് പണ്ട് കാലത്ത് നമ്മുടെ ഉമ്മാമ്മമാർ ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി വരുമ്പോഴൊക്കെ അവരെ തട്ടൻ അങ്ങ് താഴ്ത്തും, അങ്ങനെ അവർ മുഖം മറക്കും. ഈ ഒരു ശൈലിയാണ് ഇസ്ലാമിലെ പാരമ്പര്യം. ഇതാണ് ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ പാരമ്പര്യം പറയുന്നത്. അത് ഈ പറയുന്ന ഈ ആരോപണം ഉന്നയിക്കുന്ന കക്ഷികളുടെ നേതാക്കൾ, ഔലിയാക്കൾ, 40 ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയായ നമ്മുടെ മിസ്റ്റർ ചുള്ളിക്കോട് മൗലവി, അദ്ദേഹം സഖാഫി, അദ്ദേഹം അത് പറയുന്നുണ്ട്. അത് കേട്ടുകൂടെ? 40 ഔലിയാക്കളിൽ ഒരു വലിയായ മിസ്റ്റർ ചുള്ളിക്കോട് അദ്ദേഹം പറയുന്നു, കാരണം ആകാനിടയുണ്ട്. അതേസമയം ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഹിജാബ് എന്താണ്? ഇസ്ലാം ഹിജാബ് എന്ന് പറഞ്ഞത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഹിജാബ് എന്ന് പറഞ്ഞാൽ പുരുഷനാണെങ്കിൽ അവൻ്റെ മുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള ഭാഗം കംപ്ലീറ്റ് തൊലിയുടെ നിറം പോലും നേലിക്കാത്ത രീതിയിൽ മറക്കണം. സ്ത്രീകളാണെങ്കിലോ അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം മുഴുവനും മറക്കണം. ആണല്ലോ, ഈ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളും മറക്കണം എന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായവുമില്ല. അപ്പോൾ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങളാണ് മറക്കേണ്ടത്. അതാണ് ശറഅ് അനുശാസിക്കുന്നത് എന്ന് 40 ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയായ മിസ്റ്റർ ചുള്ളിക്കോട് സഖാഫി പറയുന്നു. പോരെ നിങ്ങൾക്ക്? പോരെ? ഇദ്ദേഹത്തിൻ്റെ സംഘടനയിൽപ്പെട്ടവരാണ് ഇതിൻ്റെ പേരിൽ ഹാഫിദ് ഉസ്താദിനെ കല്ലെറിയുന്നത്. ഇനി അതാ മറ്റൊരു സഖാഫി, കോട്ട് സഖാഫി, അയാളത് പറയുന്നുണ്ട്. വിവാദത്തിലിരിക്കുന്ന, തർക്കത്തിലിരിക്കുന്ന ശിരോവസ്ത്രം, ഇത് ഇന്ത്യയിലെ നിയമപ്രകാരം എസൻഷ്യൽ റിലീജിയസ് റൈറ്റിലാണ് ഇത് ഉൾപ്പെടുന്നത്. അതായത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷികമായ, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മതപരമായ കാര്യമാണ് ശിരോവസ്ത്രം എന്ന് പറയുന്നത്. അതേസമയത്ത് മുഖം മറക്കുക എന്നതല്ല. മുഖം മറക്കുക എന്നത് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. അത് ആ അഭിപ്രായത്തിൽ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അത് മറക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. അല്ല, മുഖം മറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചില പണ്ഡിതന്മാർ അത് അനിവാര്യമാണ് എന്ന് പറഞ്ഞവരുണ്ട്. ചില ആളുകൾ അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി നല്ലതാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവിടെ ഓരോ ആളുകൾക്കും ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു വിവാദത്തിലിരിക്കുന്ന, തർക്കത്തിലിരിക്കുന്ന ആണോ? അപ്പോൾ മുഖം മറക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല, അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗമാണ് മറക്കേണ്ടത്. ഇഷ്ടമുള്ളവർക്ക് മറക്കാം, മറക്കാതിരിക്കാം. എന്നാൽ ബഹുമാന്യനായ ഹാഫിദ് ഉസ്താദിനെയും അവിടുത്തെ പ്രിയ സഹധർമ്മിണിയെയും കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന, കല്ലെറിയാൻ ശ്രമിക്കുന്ന സുലൈമാൻ ഉസ്താദിൻ്റെ സംഘടനയിലെ ഈ പുരോഹിതന്മാരും അവരുടെ അനുയായികളും ഈ പ്രമാണം പഠിക്കാതെയല്ലേ, അല്ലെങ്കിൽ പഠിച്ചിട്ടും മറച്ചു വെച്ചുകൊണ്ടല്ലേ ഈ ബാലിശമായിട്ടുള്ള ഈ അനീതിയിൽ അവർ ഏർപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, അപ്പോൾ സത്യത്തോടല്ല അവർക്ക് പ്രതിബദ്ധതയുള്ളത്. സുന്നി എന്ന് പറഞ്ഞാൽ സത്യസന്ധനായിരിക്കണം, സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവനായിരിക്കണം,
തൻ്റെ ബാപ്പ ഹക്കിന് വിരുദ്ധം പറഞ്ഞാലും അംഗീകരിക്കാത്തവനായിരിക്കണം സുന്നി. അതല്ലേ ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി എന്ന് പറയുന്ന ആയത്തിൽ സൂറത്തുൽ മുജാദലയിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ബാപ്പയും ഉമ്മയും പിഴച്ച ആശയം പറഞ്ഞാൽ അവരുമായിട്ട് നിനക്ക് ബന്ധമില്ല, തർക്കുൽ മുവാലാത്ത് നടത്തിക്കൊള്ളണമെന്നല്ലേ. നമ്മുടെ ഏറ്റവും വലിയ ബന്ധം ആരോടാണ്? നമ്മുടെ മാതാപിതാക്കളോടല്ലേ. അവരോട് പോലും ഹക്കിനു വേണ്ടി, സത്യത്തിനു വേണ്ടി നിങ്ങൾ സമരം ചെയ്യണമെന്ന് പറഞ്ഞ മതമാണ് വിശുദ്ധ ഇസ്ലാം. ഇവർക്ക് സത്യത്തോട് വല്ല അനുകമ്പയുമുണ്ടോ പ്രിയപ്പെട്ടവരെ? റഹ്ബാനിയത്തിനോടാണ് ഇവർക്ക് അനുകമ്പയുള്ളത്. റഹ്ബാനിയത്തിൻ്റെ അടിമത്വമാണ് ഇവർക്ക് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ പണ്ഡിതന്മാരെയും മഹാന്മാരെയും ഒക്കെ ഇവർ യാതൊരു തത്വദീക്ഷയുമില്ലാതെ, യാതൊരു ത്യാജ്യഗ്രാഹ്യ ബുദ്ധിയുമില്ലാതെ ഉപയോഗിക്കാതെ തെറി പറയുന്നതും പുലഭ്യം പറയുന്നതും. ഇപ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ശ്രീ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴിവുമില്ല, ലോകം നിയന്ത്രിക്കുന്നൊന്നും അവരല്ല, റസൂലുള്ളാഹി അല്ല എന്ന് പരസ്യമായിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തിനെതിരെ പ്രസംഗിച്ച് കഴിഞ്ഞു. സമയദൈർഘ്യം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ വിശ്വാസം അതാണോ? നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ വിശ്വാസം അള്ളാഹു പറഞ്ഞില്ല, തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, മഹ്മൂലുൻ അലാ ജമീ അലാ അൻവാഇൽ മുൽക്കി. എല്ലാ അധികാരങ്ങളെയും അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുന്നു, സർവ്വതും നിയന്ത്രിക്കാൻ. ലോകം മൊത്തം ആലം, എത്ര ആലമുണ്ടോ അതൊക്കെയും നിയന്ത്രിക്കാനുള്ള അധികാരം അള്ളാഹു കൊടുത്തിരിക്കുന്നു. മറ്റൊരു ഗ്രന്ഥം ഫൈദുൽ ഖദീർ, ഇമാം ഹാഫിദുൽ മുനാവി തങ്ങളുടെ എന്ന് പറയുന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, മഹാനവർകൾ പറയുന്നു, എന്നാൽ അൽ മുറാദു ഖസാഇനുൽ ആലം ബി അസ്രിഹി. സർവ്വതും നിയന്ത്രിക്കാനുള്ള താക്കോൽ, ചാവി അവിടത്തേക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്നു. കുല്ലുമാ ജാ മുഅ്ജിസത്തൻ ലിന്നബി ജാസ അൻ യകൂന കറാമത്തൻ ലിൽ വലിയ്യി. കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിന്നബി ജാസ അൻ യകൂന കറാമത്തൻ ലിൽ വലിയ്യി. ഔലിയാക്കൾക്ക് മുഅ്ജിസത്ത് കൊണ്ട്, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് കൊണ്ടുണ്ടാകുന്നതൊക്കെ ഔലിയാക്കൾക്ക് കറാമത്ത് കൊണ്ടുണ്ടാകും എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തത്വം. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിയവരെ സുന്നി എന്ന് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഇങ്ങനെ പിഴച്ച ആശയങ്ങൾ പേറുന്ന ഒരു സംഘം, ആ സംഘം 3, 4, 5, 10 ആയാലും അവരെ സുന്നി എന്ന് പറയാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഇന്നലെ നടന്ന സംഗമം സുന്നി സംഗമമല്ല, അസുന്നി സംഗമമാണ് എന്ന് ശംസുൽ ഉലമ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മഹാനുഭാവൻ്റെ ആ ഉദാത്തമായ ദൂരക്കാഴ്ച, ആ പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഉച്ചസ്ഥനം പറയാൻ കഴിയും. അതുകൊണ്ട് അവരെ, ഈ 4 സുന്നികളെന്ന് സ്വയം അപരാഭിധാനം എടുത്തുകൊണ്ട് അവകാശപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തിരിച്ചു നടക്കുക. നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള പിഴവുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഖേദിച്ചു മടങ്ങുക, മഹാന്മാരുടെ പന്താവിലേക്ക് മടങ്ങുക. അങ്ങനെ മടങ്ങി യഥാർത്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തെ പുൽകാൻ നിങ്ങൾ തയ്യാറാവണം. സ്വാലിഹീങ്ങളെയും സജ്ജനങ്ങളെയും പഴി പറയുന്ന, തെറി പറയുന്ന ഈ ജാഹിലിയ വിശ്വാസത്തെ കൈയൊഴിയാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ നിങ്ങൾ കൈയൊഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ അത്തരം ജാഹിലിയ വിശ്വാസവുമായിട്ടാണ് വരുന്നതെങ്കിൽ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ പ്രയോഗം നിങ്ങൾക്കും സ്യൂട്ടബിൾ ആയിരിക്കുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.